ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു മലയാള പാട്ട് കൂടി പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം, പുകഴ്ത്തിയിടാം. യേശുവിനെ, ക്രൂശിലെ ജയാളിയെ സ്തുതിച്ചിടാം. യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കർത്താവ് ക്രൂശിൽ ശത്രുവിന്റെ തലയെ തകർത്ത് ജയാളിയായി ആ ജയം നമുക്ക് വേണ്ടി അവൻ ദാനം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ആകയാൽ ജയാളിയാകുന്ന നാം ഒരുമിച്ച് ആ കർത്താവിന്റെ നാമത്തെ പാടി നമുക്ക് മഹത്വം പുകഴ്ത്താം. ഹല്ലേലൂയ, സ്തോത്രം. പുകഴ്ത്തിയിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയെ സ്തുതിച്ചിടാം. യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. കരങ്ങളെ അടിച്ച് പുകഴ്ത്തിയിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയെ സ്തുതിച്ചിടാം. യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. വിശ്വസിക്കാം യേശുവിനെ, ഏകരക്ഷകനെ. ഏറ്റുപറയാം യേശുവിനെ, കർത്താതി കർത്താവിനെ. വിശ്വസിക്കാം യേശുവിനെ, ഏകരക്ഷകനെ. ഏറ്റുപറയാം യേശുവിനെ, കർത്താതി കർത്താവിനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. സ്നേഹിച്ചിടാം യേശുവിനെ, ഏറ്റവും പ്രിയനായോനെ. സേവിച്ചിടാം യേശുവിനെ, ഇന്നുമെന്നും അനന്യനെ. സ്നേഹിച്ചിടാം യേശുവിനെ, ഏറ്റവും പ്രിയനായോനെ. സേവിച്ചിടാം യേശുവിനെ, ഇന്നുമെന്നും അനന്യനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ഘോഷിച്ചിടാം യേശുവിനെ, സത്യസുവിശേഷത്തെ. നോക്കി പാർക്കാം യേശുവിനെ, വീണ്ടും വരുന്നവനെ. ഘോഷിച്ചിടാം യേശുവിനെ, സത്യസുവിശേഷത്തെ. നോക്കി പാർക്കാം യേശുവിനെ, വീണ്ടും വരുന്നവനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. പുകഴ്ത്തിയിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയെ സ്തുതിച്ചിടാം. യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. പുകഴ്ത്തിയിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയെ
സ്തുതിച്ചിടാം യേശുവിനെ. സ്തുതിക്കാവൻ യോഗ്യനല്ലോ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ഘോഷിച്ചിടാം യേശുവിനെ, സത്യസുവിശേഷത്തെ. നോക്കി പാർക്കാം യേശുവിനെ, വീണ്ടും വരുന്നവനെ. ഘോഷിച്ചിടാം യേശുവിനെ, സത്യസുവിശേഷത്തെ. നോക്കി പാർക്കാം യേശുവിനെ, വീണ്ടും വരുന്നവനെ. ഘോഷിച്ചിടാം യേശുവിനെ, സത്യസുവിശേഷത്തെ. ആമേൻ. നോക്കി പാർക്കാം യേശുവിനെ, വീണ്ടും വരുന്നവനെ. ഓ ഘോഷിച്ചിടാം യേശുവിനെ, സത്യസുവിശേഷത്തെ. നോക്കി പാർക്കാം യേശുവിനെ, വീണ്ടും വരുന്നവനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. Praise the Lord. Hallelujah, hallelujah. ആരിലും ഉന്നതനാകുന്ന കർത്താവ്, ശ്രേഷ്ഠനാകുന്ന കർത്താവ്, അവന്റെ നാമം ഇന്ന് പകൽക്കാലം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവ് നമ്മെ അവിടുന്ന് ബലപ്പെടുത്തുമാറാകട്ടെ. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരണം. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വ്യാപരിക്കണം. പ്രത്യേകിച്ച് നമ്മെ ഓരോരുത്തരെയും ഈ ദിവസങ്ങളിലെല്ലാം ദൈവം ശക്തീകരിച്ചു. പ്രിയ മാത്യുസ്താൻ പാസ്റ്ററേയും അതുപോലെ മക്കളെയും ദൈവം കൃപയോടെ, പ്രത്യേകമായ കൃപയോടെ ഈ ദിവസങ്ങളിലെല്ലാം നടത്തുന്നു. ആമേൻ, ഹല്ലേലൂയ. ഇന്നത്തെ നമ്മുടെ കൂട്ടായ്മ നമുക്ക് വലിയ ബലമായി, ധൈര്യമായി നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന്, വലിയ ശക്തിയായി ദൈവരാജ്യത്തിന്റെ വ്യാപനത്തിന് ദൈവം നമ്മെ ശക്തിയോടെ ഉപയോഗിക്കുന്ന വിധത്തിൽ ആമേൻ ഒരുക്കിയെടുക്കുവാൻ നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ആമേൻ. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ പകരപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവം മുൻപാകെ ഒരുങ്ങുമ്പോൾ സ്തോത്രം, നമ്മുടെ സ്ഥിതികൾ ദൈവം മുൻപാകെ സമ്മതിച്ചേറ്റ് പറയാം. കർത്താവേ, നിന്റെ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണ്. നീ ഞങ്ങളെ സഹായിക്കണമേ. ഈ സ്ഥിതിയിൽ നിന്റെ കൃപയാൽ ഞങ്ങളെ നടത്തണമേ എന്ന് നമുക്ക് എല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രാരംഭമായി പാസ്റ്റർ ഡിഗോൾ ജോൺ പ്രാർത്ഥിക്കും. അതിനുശേഷം പാസ്റ്റർ അരുൾരാജ്. ആമേൻ. രണ്ടുപേർ ആമേൻ ഇന്നത്തെ നമ്മുടെ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ആമേൻ ഈ സമയത്ത് ശബ്ദമുയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ലതും മനോഹരവുമായ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളുടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ചുന്ന പകലിൽ കർത്താവെ ഇവിടെ കൂടി വരുവാൻ ദൈവമായി കർത്താവ് നൽകിയ വിലയേറിയ അവസരത്തിനായി ഞങ്ങൾ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൂടി വന്നിരിക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കായി സ്തോത്രം. കുടുംബമായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പഴയ എല്ലാ ദൈവസഭകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് പകൽക്കാലത്തെ ഞങ്ങളുടെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ശാൽ ഞങ്ങളുടെ വൃത്തിനായ കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടന്നു പോകുന്ന എല്ലാ കർത്താവ് വേദനാജനകമായ സാഹചര്യങ്ങളിലും ദൈവകൃപ അനുഭവിപ്പാൻ, ദൈവികമായ ആശ്വാസവും സാന്ത്വനം അനുഭവിപ്പാൻ, ദൈവികമായ ബലം ഏറ്റെടുക്കുവാൻ കർത്താവ് ദിവസങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങളുടെ കൃപ കൊണ്ട് ദൈവം ഞങ്ങളെ നിറയ്ക്കണം. ഒരുമിച്ച് അനുഗ്രഹിക്കുന്ന പകൽക്കാലത്തെ എല്ലാ കൂട്ടായ്മകളിലും കർത്താവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കും. കാര്യങ്ങൾ ഞങ്ങളെ മുറ്റമായി സമർപ്പിക്കുന്നവരുടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ യാതൊരു കേട്ടതിനായി നന്ദി. எங்கள் அதிகமாய் நேசிக்கிறதான அன்பின் பரலோக பிதாவே,
கர்த்தாவே ஆசீர்வதிக்கப்பட்ட பரிசுத்தமான நல்ல பகல் வேளைக்காக நன்றியோடு ஸ்தோத்திரிக்கிறோம். ஆண்டவரே, இந்த நாளிலே கர்த்தாவே நாங்கள் கூடி வந்திருக்கிற முகாந்திரங்களை கர்த்தர் அறிந்திருக்கிறீர். அருமையான கர்த்தாவே, இந்த வேளையில் கர்த்தாவே ஹல்லேலூயா, அருமையான கர்த்தாவே ஆலிசமாமாவுடைய கர்த்தாவே பிரிவு நாளை பாடுதான் அருமையான தம்பிச்சான் குடும்பத்துக்காக நன்றியோடு ஸ்தோத்திரிக்க கர்த்தராமோட பலப்படுத்தும்படியா ஜெபிக்க. கர்த்தாவே, அவர் எடுத்து செல்கிறார், அவரை தடுப்பவன் யார் என்று யோபுவிலே சொல்லப்பட்டது போல கர்த்தாவே இருமுடைய பொருளை எடுத்துக்கொண்டீர் ஆண்டவரே. ஆனாலும் கர்த்தாவே, துக்கத்தோடு வேதனையோடு பாரத்தோடு இருக்கிற குடும்பத்தில் சபை மக்கள் ஒருவரையும் கர்த்தர் ஆறுதல் படுத்தும்படியாக ஜெபிக்க. கர்த்தாவே, கடந்து வந்ததான கர்த்தாவே ஒவ்வொருவரையும் கர்த்தர் ஆஸ்வதிக்கும்படியாக ஜெபிக்கிற குடும்பங்களை ஆஸ்வதிப்பீராக. இப்படி நாமம் மகிமைப்படுவதாக நாளில் நடக்கிறதான கர்த்தாவை நிகழ்ச்சியில் ஒவ்வொன்றிலும் உடைய கிருபை கூட இருக்கும்படியாக ஜெபிக்கிறோம். கர்த்தர் பெரிய காரியங்களை செய்யும். இயேசு கிறிஸ்துவின் നാമത്തിൽ ജപങ്ങളും നല്ല പിതാവേ, ആമേൻ. ഇന്നത്തെ ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന വാത്സല്യമുള്ള ദൈവദാസന്മാർ, അവരുടെ കുടുംബങ്ങൾ, സഹോദരി സഹോദരങ്ങൾ, വിശേഷിച്ച് പ്രിയ മാത്യസ്ഥാനിൽ പാസ്റ്റർ ഹെൻറി, അവരുടെ ഫാമിലീസ്, എല്ലാവർക്കും ക്രിസ്തയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ ഈ സമയത്ത് അറിയിക്കുന്നു. നാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ കടന്നുപോയ സാഹചര്യങ്ങളിലെല്ലാം ദൈവം നമ്മെ എത്രത്തോളം ശക്തീകരിച്ചു, നമുക്ക് വേണ്ടുന്ന കൃപ ദൈവം നമുക്ക് നൽകി. നമുക്ക് പരിചയമില്ലാത്ത സാഹചര്യങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ നേരിടുന്നത്. എങ്കിലും രാവിലെ തോറും പുതുകി വരുന്ന ദൈവത്തിൻ്റെ കൃപ നമ്മെ ഓരോ ദിവസങ്ങളിലും ഓരോ പുതിയ പരിചയമില്ലാത്ത സാഹചര്യങ്ങളിലും നമ്മെ ശക്തീകരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഇന്നത്തെ ഈ യോഗത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാനായിട്ട്, വളരെ ദൂരെ നിന്ന് ദൈവദാസന്മാർക്ക്, ദൈവമക്കൾക്ക് കടന്നു വരുവാനായിട്ട് ദൈവം സഹായിച്ചു. ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹത്തിന്, ആശ്വാസത്തിന്, ബലത്തിന് കാരണമായി തീരട്ടെ. പ്രത്യേകിച്ച് പ്രിയ മാത്യസ്ഥാൻ പാസ്റ്റർ വീണ്ടും നമുക്കൊരുമിച്ച് കാണുവാനായിട്ട് ദൈവം ഇടയാക്കിയല്ലോ. ആയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ലഭിക്കുന്ന ഈ കൂട്ടായ്മ, വിശേഷിച്ച് ഇന്നത്തെ ഈ യോഗത്തിൽ തുടർന്നുള്ള ചില മിനിറ്റുകൾ നമുക്ക് വചനധ്യാനത്തിന് വേണ്ടിയിട്ടുള്ള അവസരമുണ്ട്. അതിനുശേഷം പ്രാർത്ഥിച്ച് ആദ്യത്തെ ഘട്ടം തീർന്നതിന് ശേഷം പിന്നീട് ചില അനുസ്മരണങ്ങൾ, ഷെയറിങ്ങുകൾ നമുക്ക് ഉണ്ടാകും. അധികം താമസിയാതെ ഉച്ചയ്ക്ക് മുൻപ് തന്നെ നമുക്ക് പ്രാർത്ഥിച്ച് പിരിയാമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ആ വിധത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന യോഗം, ഈ കൂട്ടായ്മ നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമാകുവാൻ വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. തുടർന്നുള്ള ഏകദേശം 30 മിനിറ്റോളം സമയം പാസ്റ്റർ ഹെൻറി നമ്മളോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കും. ദൈവവചന ധ്യാനത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രിയ പാസ്റ്റർ ഹെൻറിയെ ദൈവം ശക്തീകരിക്കാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി പാസ്റ്റർ പോൾസൺ ദയവായിട്ട് മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ചു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ ദുഃഖകരമായിരിക്കുന്ന നാളുകളായിരുന്നു കഴിഞ്ഞ ചില ദിവസങ്ങൾ. അതിൻ്റെ ആശ്വാസത്തിനും അനുസ്മരണത്തിനുമായിട്ടാണല്ലോ ഇവിടെ കൂടി വന്നിരിക്കുന്നത്. ഞാൻ ഈ ദേശനിവാസി തന്നെയാണ്. പെന്തക്കോസ്റ്റ് ചർച്ച് ഓഫ് ഗോഡിൽ ഉള്ളതായിരിക്കുന്നൊരു പാസ്റ്ററാണ്. അപ്പോൾ തന്നെ എൻ്റെ ചെറുപ്രായം മുതൽ തന്നെ ഈ വാത്സല്യ ഭവനവുമായിട്ട് ഞങ്ങളുടെ മാതാപിതാക്കളുടെ കാലം തൊട്ട് തന്നെ ഉള്ളതായിരിക്കുന്ന ബന്ധമാണുള്ളത്. പ്രിയ ആലിസ് ആൻറ്റിയെ ഓർക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ തന്നെ നമ്മെ വിട്ടു പോയതിൽ ദുഃഖവുമുണ്ട്. പ്രിയ പിതാവ് ഷൗമൽ പാസ്റ്ററുടെ അതേ സൗണ്ടാണ്, വോയിസ് ആയിരുന്നു പ്രിയ ആൻറ്റിക്ക്. ഞാൻ ചെറുപ്പത്തിലൊക്കെ ആണ് അത് അങ്ങനെ കേട്ട് പരിചയിച്ചിട്ടുള്ളത്. മീറ്റിങ്ങുകൾക്കൊക്കെ പാസ്റ്റർ പ്രസംഗിക്കുന്ന സമയത്ത് വാക്യം വായിക്കാൻ വേണ്ടി പറയുമ്പോൾ തമിഴിൽ വായിക്കും. രണ്ടുപേരുടെ സൗണ്ട് ഒരുപോലെ തന്നെയായിരിക്കും. അതൊക്കെ വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളായിരുന്നു. ദേവദാസി അവര് ഈ കഴിഞ്ഞ പ്രാവശ്യം കടന്നു വന്ന സമയത്ത് പ്രിയ തമിച്ചായൻ
വേറൊരു സ്ഥലത്ത് വെച്ച് ഒരു ദുഃഖഭവനത്തിൽ വെച്ചിട്ട് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, വീട്ടിലോട്ടൊന്ന് വാ, നമുക്ക് അല്പനേരം സംസാരിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഈ കഴിഞ്ഞ കൺവെൻഷൻ കഴിഞ്ഞ് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുടുംബമായിട്ട് കടന്നുപോയി. ഏകദേശം 1 മണിക്കൂറോളം പ്രിയപ്പെട്ടവരോട് കൂടെ ആയിരുന്നു. അപ്പോൾ മുകളിൽ നിന്ന് ഒരു അലമാരി താഴെ കൊണ്ടുവരണമായിരുന്നു. അങ്ങനെ ആ സമയത്ത് അവിടെ ഉള്ളവരോട് കൂടെ ഞാനും ചേർന്ന് അതൊക്കെ പിടിച്ച് കൊണ്ടുവന്ന് അത് വെച്ച് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ പ്രാർത്ഥിച്ച് പിരിഞ്ഞത്. പിന്നീട് കേട്ടത് ഈ ദുഃഖകരമായിരിക്കുന്ന അനുഭവമാണ്. ആശ്വസിപ്പിക്കുന്നൊരു ദൈവമുണ്ട്. അതോർത്ത ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ തേൻ നൽകുന്ന തേൻകൂടിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് ആ റാണി ഈച്ചയെ ആശ്രയിച്ചിട്ടാണ് ഒരു തേൻകൂട് നിൽക്കുന്നത്. ഒരു കുടുംബമായാലും അതുപോലെ തന്നെയാണ്. റാണിക്കൊരു പ്രത്യേക സ്ഥാനമുണ്ട്. ആ റാണി നഷ്ടപ്പെട്ടു പോയാൽ ആ കൂട് തന്നെ അവിടെ ഇളകി പോകും എന്നുള്ളതാണ്. നിലനിർത്തുന്ന ഒരു ദൈവമുണ്ട്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ആശ്വാസത്തിന്റെ ഉറവിടമുണ്ട്. എല്ലാ ഹൃദയങ്ങളെയും അറിയുന്ന ദൈവം ഈ വാത്സല്യ ഭവനത്തെ, കുടുംബത്തെ, പ്രിയ തമ്പിച്ചായനെയും മക്കളെയും അവരുടെ കുഞ്ഞുങ്ങളെയും കുടുംബത്തെ എല്ലാം ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രത്യാശയും ഈ സമയത്ത് നൽകുന്നു. തുടർന്നുള്ള ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കും. എനിക്ക് അർജന്റായിട്ട് പോകേണ്ടതുണ്ട്. ഞാനൊരു മറ്റൊരു മീറ്റിങ്ങിൽ വചനം ശുശ്രൂഷിക്കേണ്ടതാണ്. 11:15 എത്താമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നിരുന്നത്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് കടന്നു പോകും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ല പിതാവേ, ഈ നല്ല സമയത്തിന് അങ്ങയെ സ്തുതിക്കുകയാണ്. അങ്ങയുടെ സന്നദ്ധിയിൽ വിശ്രമിക്കുന്ന പ്രിയ അലിസാൻഡിയോടുള്ളായിരിക്കുന്ന അനുസ്മരണയിൽ ഈ വാത്സല്യ ഭവനത്തിന്, സഭയ്ക്ക്, ദൈവദാസന്മാർക്ക് എല്ലാവർക്കും ഒരു ആശ്വാസവും ഒരു അനുഗ്രഹവുമായി തീരേണ്ടതിന് വേണ്ടി കർത്താവെ കൂടി വന്നിരിക്കുന്ന ഈ കൂടി വരുവോ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ദൈവത്തോട് നിറയ്ക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. വിശേഷാല് ഞങ്ങൾ കർത്താവെ പ്രിയ തമ്പിച്ചാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ശാരീരികമായിട്ട് ബലഹീനനാണ്. ദൈവം ബലപ്പെടുത്തണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആയിരിക്കുന്ന ശക്തിയാൽ, അവിടുത്തെ ആയിരിക്കുന്ന കൃപയാൽ അവിടെ നിറയ്ക്കണമേ. തുടർന്ന് തളർന്നു പോകാതെ ദൈവമേ അങ്ങയുടെ നാമത്തിന് വേണ്ടി നിൽക്കുവാനും ദൈവം ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ദാനമായി നൽകി മക്കൾക്കായി സ്തോത്രം. വിശേഷാലെ പ്രിയ ദേവദാസൻ ഹെൻറിക്കായ കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എത്രത്തോളം അവിടുന്ന് മാനിക്കുകയും സഹായിക്കുകയും ചെയ്തല്ലോ. ദൈവനാമത്തിന് വേണ്ടി മാതാപിതാക്കൾ ശുശ്രൂഷിച്ചതായിരിക്കുന്ന അതേ വചനമെടുത്ത് ശുശ്രൂഷിപ്പാനുള്ളതായിരിക്കുന്ന അവസരങ്ങൾ ദൈവം നൽകിയതിനാൽ നന്ദി. തുടർന്ന് ഈ കുടിവരവില് ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി എൻ്റെ മകനെ ദൈവം അവിടുന്ന് അഭിഷേകത്താൽ നടത്തണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഇത് അനുഗ്രഹവും ആശ്വാസവുമായി തീരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യോടൊന്ന് തിരുസാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. താങ്ക് യു. ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിക്കാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉദ്ദേശം ഇങ്ങനെ ഒരു പ്രാർത്ഥനായോഗമായിട്ടോ ആണെന്ന് അല്ല പറഞ്ഞത്. എന്നാൽ തന്നെയും നമ്മൾ ഏതൊരവസരത്തിലും ദൈവവചനത്തിന് മുമ്പിലായിരിക്കുന്നത് ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന ദൈവകൃപയാണല്ലോ. ദൈവം നമുക്ക് ഭൂമിയിൽ വെച്ച് ദൈവം നമുക്ക് തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവവചനമാണ്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കടന്നു പോയിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയൊരു ട്രാജഡിയാണ് ഞങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത്. യാതൊരു സംശയമില്ല. അതിൻ്റെ മധ്യേ ഞങ്ങളെ നിലനിർത്തുന്നത് ദൈവത്തിൻ്റെ വചനം മാത്രമാണ്. മനുഷ്യൻ്റെ ആശ്വാസ വാക്കുകൾക്കെല്ലാം ഒരു പരിധിയും. എല്ലാവർക്കും മനസ്സിനകത്ത് വേദനയുണ്ടെങ്കിലും സ്വന്തം കുടുംബമായി ഞങ്ങൾക്കാണ് ഏറ്റവും, അത് മാനുഷികമായി അങ്ങനെ തന്നെയാണ്, ഏറ്റവും കൂടുതൽ വേദനയും ദുഃഖവും എല്ലാം ഉള്ളത് നിങ്ങളുടെ കുടുംബത്തിനാണ്. തുടർന്നുള്ള മുന്നോട്ടുള്ള യാത്രയിൽ ഞങ്ങളുടെ എപ്പോഴും പ്രസൻസ് ഉണ്ടായിരുന്ന മമ്മി ഇല്ല എന്ന് ചിന്തിക്കുന്നത് പോലും ഓർക്കുവാൻ കഴിയുകയില്ല.
ഇതിൻ്റെ എല്ലാം മധ്യേ ദൈവം ഞങ്ങളെ നിർത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. വിശുദ്ധ വേദപുസ്തകം മനുഷ്യനിർമ്മിത കഥകളല്ല. പത്രോസ് പറയുന്ന പോലെ അത് എഴുതപ്പെട്ടത് പ്രവാചകന്മാർ ദൈവത്തിൻ്റെ ആത്മാവിനാൽ എഴുതപ്പെട്ടതാണ് തിരുവചനം. ദൈവം തന്നെക്കുറിച്ചും നമ്മെക്കുറിച്ചും തൻ്റെ സൃഷ്ടിയെക്കുറിച്ചും തൻ്റെ പ്രവൃത്തികളെക്കുറിച്ചും എല്ലാം മനസ്സിലാക്കുവാൻ വേണ്ടി അതിലൂടെ ദൈവത്തോട് അടുത്ത് വരുവാനും തത്സമയത്തുള്ള സന്തോഷവും തത്സമയത്തുള്ള ആശ്വാസവും തത്സമയത്തുള്ള പ്രത്യാശയും എല്ലാം പ്രാപിപ്പാനും ദൈവം ഒരുക്കിയിരിക്കുന്ന ഏക ഉപാധി എന്ന് പറയുന്നത് വിശുദ്ധ തിരുവെഴുത്തുകളാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. തിരുവെഴുത്തുകളിൽ ആശ്രയിച്ച് ആശ വയ്ക്കുവാൻ കഴിയാത്ത ഒരു മനുഷ്യന് തൻ്റെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും മറ്റെവിടെയും ശാശ്വതമായ ഒരു ആശ്വാസവും ആശ്രയവും പ്രാപിക്കാൻ കഴിയുകയില്ല. തിരുവെഴുത്തിൽ ദൈവവചനത്തിൽ, ആ ദൈവവചനം എന്ന് പറയുന്ന ക്രിസ്തുവിനെ പറ്റിയുള്ള വെളിപ്പാടാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള വെളിപ്പാട്. അതിലൂടെ ധൈര്യം പ്രാപിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ കുടുംബമായി ഈ അവസരത്തിൽ നിലനിൽക്കുന്നത്. എന്തെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ധൈര്യമോ പ്രത്യേകമായ ദൈവകൃപയോ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ദൈവവചനത്തിലുള്ള വിശ്വാസം അടിയുറച്ചുള്ള ആശ്രയമാണ്. അതിൽ തന്നെ നിലകൊള്ളുവാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് പ്രത്യേകം ഞാൻ അപേക്ഷിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു നല്ലൊരു പൈതൃകം, ഒരു ലെഗസി, ഒരു നല്ലൊരു പാരമ്പര്യം എന്ന് പറയുന്നത് തെറ്റായ രീതിയിൽ നിങ്ങൾ എടുക്കരുത്. ഒരു നല്ലൊരു പൈതൃകം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഞാൻ ഒരുപാട് താങ്ക്ഫുള്ളാണ്. ഇപ്പം ഈ സമയത്ത് മലബാറിൽ ഇപ്പം എൻ്റെ പിതാവിൻ്റെ മിനിസ്ട്രിയെ ഒരു ആദരിക്കുവാൻ വേണ്ടിയാണല്ലോ ഒരു മീറ്റിംഗ് ഇങ്ങനെ കൂടി വരുത്തിയത്. ഒന്ന് ഈ പ്രാവശ്യം പോകുന്നതിന് മുമ്പ് ഒന്ന് കാണുക എന്നുള്ളതാണല്ലോ. അപ്പോൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ കഴിയും, എൻ്റെ പിതാവും എൻ്റെ മാതാവും എൻ്റെ ഗ്രാൻഡ് പേരൻസ്, എനിക്ക് അവരെ പറ്റിയൊക്കെ ദൈവവചനത്തിൽ ഓർക്കുമ്പോൾ എനിക്ക് വ്യക്തമായ ചില ചിന്തകളുണ്ട്. ഞാൻ ആദ്യം മുതൽ എൻ്റെ ഫാദറിനെ പറ്റി പറയാം. അദ്ദേഹത്തെ പറ്റി എനിക്കുള്ള വളരെ എൻ്റെ മനസ്സിൽ നിൽക്കുന്ന രണ്ട് ഓർമ്മകളുണ്ട്. അദ്ദേഹം വളരെ വേദപുസ്തകം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തൊരു മനുഷ്യനായിരുന്നു. ഞാൻ ചില സമയത്ത് ഉച്ചയ്ക്കൊക്കെ നോക്കുമ്പോൾ പുള്ളി ആ ഒരു വിൻഡോയുടെ അടുത്തൊരു കട്ടിലുണ്ട്. ആ കട്ടിലിൻ്റെ അടുക്കിലേക്ക് ചേർന്നിരുന്ന് എൻ്റെ വേദപുസ്തകം വായിച്ചൊരു പഴയ കണ്ണാടി എടുത്ത് വെച്ച് ആ വേദപുസ്തകത്തിൽ അങ്ങനെ അടിക്കുറിപ്പുകളൊന്നുമില്ല, പക്ഷെ ആ വേദപുസ്തകം പല ആവർത്തി വായിച്ചിട്ടുള്ള ഒരു ഗ്രാൻഡ് ഫാദർ ആയിരുന്നു ഞങ്ങൾക്കുള്ളത്. അത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നെ വളരെയധികം. അതുപോലെ തന്നെ എൻ്റെ മാതാവിൻ്റെ ഫാദർ എന്ന് പറയുന്നത് ഈ പ്രദേശത്ത് ആദ്യമായി, ഗൂഡല്ലൂരിൻ്റെ പ്രദേശത്ത് ആദ്യമായി സുവിശേഷ പ്രവർത്തനമായി വന്ന, കേരളത്തിൽ നിന്ന് വന്ന സുവിശേഷകനാണ്. അദ്ദേഹവും ഒരു തമിഴ് പാസ്റ്ററുമാണ് ഇവിടെ ആദ്യമായിട്ട് വന്നതെന്നാണ് എൻ്റെ അറിവ്. പിന്നെ ഇവിടെ വളരെയധികം കഷ്ടപ്പെടുകയും കഷ്ടതകളിലൂടെ കർത്താവിൻ്റെ സുവിശേഷം പ്രചരിപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ എൻ്റെ മാതാവ്, മമ്മിയെ പറ്റി പലരും പറഞ്ഞത് കേട്ട് പലരും എന്നെ വിളിച്ചു, ഇത്രയൊക്കെ ആൻറ്റി ചെയ്തുവെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ മമ്മി എല്ലാത്തിൻ്റെയും ഒരു ഗ്ലൂ ആയിരുന്നു, എല്ലാത്തെയും ഒട്ടിച്ച് നിർത്തുന്ന ഒരു ഗ്ലൂ. മിനിസ്ട്രിയിലായാലും കുടുംബത്തിലായാലും തൻ്റെ താഴ്മയിലൂടെയും ത്യാഗമനോഭാവത്തിലൂടെയും എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടെയും എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തുകയും ചെയ്യുന്ന ഒരു സ്വഭാവം, ക്രിസ്തുവിൻ്റെ സവിശേഷമായ സ്വഭാവം മാമിക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡാഡിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു അവസരത്തിൽ എനിക്കിവിടെ പറയാൻ കഴിഞ്ഞെന്ന് വരത്തില്ല, അതുകൊണ്ട് പറയാം. ഞാൻ എപ്പോഴും 2 വർഷം കഴിഞ്ഞായിരിക്കും വരുന്നത്, പറയാൻ പറ്റുന്നില്ല. എൻ്റെ വേദപുസ്തക അറിവിൻ്റെ, എൻ്റെ തിയോളജിയുടെ, സൺഡേ സ്കൂളിൻ്റെ അല്ല, എൻ്റെ തിയോളജിയുടെ ഗ്രൗണ്ട് മൊത്തം എൻ്റെ പിതാവിൻ്റെ വചനപ്രഘോഷങ്ങളിൽ നിന്ന് ലഭിച്ച. ഒരു പക്ഷേ പലർക്കും അത് ഇന്നത്തെ ഈ മാർക്കറ്റിംഗ് മെൻറ്റാലിറ്റിയുള്ള ഈ പ്രസംഗ മുറയുണ്ടല്ലോ, അതായത്
ആളുകളെ ആകർഷിച്ചിരുത്തുന്ന ഒരു സംസാര ശൈലിയും രാഷ്ട്രീയക്കാർ പ്രസംഗിക്കുന്ന അതേ പ്രബുദ്ധതയോടുകൂടി സംസാരിക്കുന്ന ഒരു ശൈലിയൊക്കെ ആണല്ലോ ആളുകൾക്ക് ഇഷ്ടം. കഴമ്പില്ലാത്ത പല പ്രസംഗങ്ങളുമാണ് ആളുകൾക്ക് ഇഷ്ടം. കാരണം അതിന് ശൈലിയുണ്ട്, കേട്ടിരിക്കാൻ രസമുണ്ട്, അതിന് സരസതയുണ്ട്, നർമ്മമുണ്ട്. ഒരു പക്ഷേ ഡാഡിയുടെ പ്രസംഗത്തിൽ അതൊന്നും കണ്ടെന്ന് വരത്തില്ല. ഡാഡി എക്സാമ്പിൾസ് പോലും ഉപയോഗിക്കുന്ന വളരെ ചുരുക്കമായിട്ട് ഞാൻ കേട്ടു. എന്നാൽ ചെറുപ്പം മുതലേ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചതുകൊണ്ട് എനിക്ക് ആ പ്രസംഗങ്ങളിൽ നിന്നുള്ള ഓരോ വാക്കുകളും അടർത്തിയെടുത്ത് കേൾക്കുവാനുള്ളൊരു കൃപ ദൈവം എനിക്ക് തന്നതുകൊണ്ട് എൻ്റെ തിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും എൻ്റെ പിതാവിൻ്റെ പ്രസംഗത്തിൽ തന്നെയാണ്. ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ കുടുംബത്തിനും അങ്ങനെ തന്നെ പറയാൻ കഴിയും. ദൈവകൃപയാൽ അങ്ങനെ നല്ലൊരു പൈതൃകം ഞങ്ങൾക്ക് ദൈവം നൽകി തന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. നാം എല്ലാവരും വിവിധ അളവിൽ കർത്താവിൻ്റെ വേലയിൽ നിൽക്കുന്നവരാണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ദുഃഖ സാഹചര്യങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഒക്കെ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ വന്നുകൂടും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. ലോകം എന്ന് പറയുന്നത് നമുക്ക് ശാശ്വതമല്ല എന്നുള്ളത് മരണം ഒരിക്കൽ കൂടി നമ്മെ വിളിച്ചറിയിക്കുന്ന സംഗതിയാണ്. നമുക്ക് ശാശ്വതമായൊരു സ്ഥലം ഇതല്ല. അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ അതിൻ്റെ 15-ാമത്തെ അധ്യായം, അതിൻ്റെ 15-ാമത്തെ അധ്യായത്തിൽ വളരെ വൈസായി, വളരെ ഇൻ്റലിജൻ്റായി, വളരെ ജ്ഞാനത്തോടുകൂടി, ദൈവാത്മാവിൻ്റെ ശക്തിയോട് ജ്ഞാനത്തോടുകൂടി ചില കാര്യങ്ങൾ അവിടെ പറയുന്നു. അതിൻ്റെ അവസാനം അതിനൊരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന വണ്ണം അപ്പോസ്തലനായ പൗലോസ് അതിൻ്റെ 58-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുകയാണ്. ഞാൻ ഇംഗ്ലീഷിലൊന്ന് വായിച്ചതിന് ശേഷം ആരെങ്കിലും മലയാളത്തിനും തമിഴിലൊന്ന് വായിക്കാം. Therefore, my beloved brothers, be steadfast, immovable, always abounding in the work of the Lord, knowing that in the Lord your labor is not in vain. മലയാളത്തിലും തമിഴിലൊന്ന് വായിക്കാം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കുകയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുകയും. തമിഴിലൊന്ന് വായിക്കാം. ஆகையால் எனக்கு பிரியமான சகோதரரே, கர்த்தருக்குள் நீங்கள் படுகிற பிரயாசம் விருதாவாயிராது என்று அறிந்து நீங்கள் உறுதிப்பட்டவர்களாயும் அசையாதவர்களாயும் கர்த்தருடைய கிரியைகளிலே எப்போதும் ഓക്കെ, താങ്ക് യു. അതുപോലെ തന്നെ അതിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുന്നു. விழித்திருங்கள், விசுவாசத்தில் நிலைத்திருங்கள், புருஷராயிருங்கள், இடம் கொள்ளுங்கள். ഇംഗ്ലീഷിലെ ബി വാച്ച്ഫുൾ, സ്റ്റാൻഡ് ഫേം ഇൻ ദ ഫെയ്ത്ത്, ആക്ട് ലൈക്ക് മെൻ, ബി സ്ട്രോങ്. ഈ 2 പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ആണ്. ഒന്നാമത്തേത് 58-ാം വാക്യത്തിലുള്ളത് വളരെ ഡയറക്റ്റായി അപ്പോസ്തലനായ പൗലോസ് ആ അധ്യായത്തിൻ്റെ അവസാനം കൊടുക്കുന്ന ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. വളരെ ഡയറക്റ്റായി, നിങ്ങൾ ആകയാൽ, നാം വേദപുസ്തകത്തിൽ ആകയാൽ എന്ന് കാണുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട്. ആകയാൽ എന്ന് പറയുന്നത് നമ്മൾ ആരുടെങ്കിലും നമ്മളൊരാളെ കാണാൻ നേരത്തെ ആദ്യം ആകയാൽ എന്തുകൊണ്ട് വിശേഷം നമ്മൾ ചോദിക്കുമോ? ഇല്ല. എന്തുകൊണ്ട് വിശേഷം എന്നല്ല ചോദിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ അങ്ങനെയാണെങ്കിൽ എന്താണ് അതിന് കൺജങ്ഷനാണ്. അപ്പൊ അവിടെ പൗലോസ് അവിടെ ഉദ്ദേശിക്കുന്നത് ആ അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവിൻ. അതിൻ്റെ കാരണം പറയുന്നുണ്ട്. കർത്താവിൻ്റെ വേല വർദ്ധിച്ചു വരുന്നതിന് കാരണം നമ്മുടെ പ്രയത്നം വ്യർത്ഥമല്ല. ഇപ്പോൾ ഡാഡി മമ്മിയെ സംബന്ധിച്ചിടത്തോളം 2 പേരെ സംബന്ധിച്ചിടത്തോളം മലബാറിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ
വലിയ കാര്യങ്ങൾ സംഭവങ്ങളൊന്നുമില്ല, ഇത്രയും സഭകളുമില്ല, ദൈവദാസന്മാരുമില്ല, ഞെരുക്കത്തിൻ്റെയും കഷ്ടതകളും ഒക്കെ നടുവിലാണ് വരുന്നത്. ഞാൻ ഇന്നലെ റോഡിലൂടെ പോയപ്പോഴും ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, ഒരൊറ്റ സൈക്കിളുകാരനെ പോലും കാണാനില്ല. സൈക്കിൾ എന്ന് പറയുന്ന സംഗതി നമ്മുടെ നിരത്തുകളിലില്ല. എന്നാൽ ഏകദേശം 35 വർഷം മുമ്പ് ഇവിടുത്തെ സുവിശേഷകന്മാർക്ക് ഒരു സൈക്കിൾ കിട്ടുക എന്ന് പറയുന്നത് അവർക്കിന്നൊരു ബെൻസ് കാറ് കിട്ടുന്നതിന് തുല്യമാണ്. അതാർക്കും അറിയത്തില്ല. ആ സമയം പലർക്കും അറിയില്ല, ആർക്കും അറിയത്തില്ലെന്നല്ല, പലർക്കും അറിയില്ല. ആ ഒരു ദിവസം മലബാർ എല്ലാം മാറി. മലബാർ ഒത്തിരി മുമ്പേക്ക് പോകും അല്ലേ? അപ്പൊ ഈ ഒരു അവസരത്തിൽ ഇവിടെ ഇങ്ങനെ ഡാഡി മമ്മി മാത്രമല്ല, അങ്ങ് പലരും ഇവിടെ മലബാറിൽ ഒരുപാട് പ്രയത്നങ്ങൾ അവരുടെ ഇവിടെ കിടപ്പുണ്ട്. ഇവർ പലരും മൺമറഞ്ഞു പോയേക്കാം. ഈ ഒരു അവസരത്തിൽ ഈ വാക്യം വളരെ അർത്ഥവത്താണ്. നാം എന്താണ് ചെയ്യേണ്ടത്? We need to abound in the work of the Lord. ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമായി കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരാണ്. ആകയാൽ എന്തുകൊണ്ട്? ആ അധ്യായം മുഴുവൻ പൗലോസ് സുവിശേഷവും സുവിശേഷത്തിൻ്റെ റിസൾട്ടായി, അതിൻ്റെ ഫലമായി മനുഷ്യജീവിതത്തിലും പ്രകൃതിയിലും ലോക ചരിത്രത്തിലും എല്ലാം സംഭവിക്കുന്ന വലിയ മാറ്റങ്ങൾ, വരാനിരിക്കുന്നതായിട്ടുള്ള മാറ്റങ്ങളെ പറ്റിയാണ് പൗലോസ് പറയുന്നത്. അത് വളരെ വ്യക്തമായി സംഭവിക്കാൻ പോകുന്നതാണ്. ഏറ്റവും അടിസ്ഥാനപരമായി പൗലോസ് പറയുന്നത് സുവിശേഷം എന്താണെന്ന് പറഞ്ഞതിന് ശേഷം ആ സുവിശേഷത്തെ മനുഷ്യന്റെ ഉയിർപ്പുമായി പൗലോസ് ബന്ധിപ്പിക്കുകയാണ്. ഉയിർപ്പിനെ പറ്റിയുള്ള വലിയൊരു അധ്യായമാണ് അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം. എപ്പോഴും ധൈര്യപ്പെടുത്തുന്ന ഒരു ചാപ്റ്ററാണ്. എപ്പോഴും ആരും മരിക്കുമ്പോഴാണ് മാത്രമല്ല, എപ്പോഴും നമ്മളിത് വായിച്ച് അതിനകത്തിലെ വാക്കുകൾ വളരെ നമ്മെ ത്രസിപ്പിക്കുന്നതും നമ്മുടെ പ്രത്യാശയെ ഉണർത്തുന്നതും നമ്മളെ ധൈര്യപ്പെടുത്തുന്നതുമായ വാക്കുകളാണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് സുവിശേഷം എന്താണ്? കർത്താവായ യേശുക്രിസ്തു തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അത് മാത്രമല്ല, ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അതും സുവിശേഷം തന്നെയാണ്. അവൻ അനേകർക്ക് പ്രത്യക്ഷനായി, തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി, അനേകർക്കും പ്രത്യക്ഷനായി. ആ പ്രത്യക്ഷതയും സുവിശേഷത്തിൻ്റെ ഒരു ഭാഗമാണ്. പ്രത്യക്ഷപ്പെട്ട കർത്താവായ യേശുക്രിസ്തു, ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ട ആ വ്യക്തികളാണ് ക്രിസ്തുവിന്റെ വെളിപ്പാടായി പുതിയ നിയമം പകർന്നു തന്നിരിക്കുന്നത്. അപ്പോൾ അത് സുവിശേഷത്തിന്റെ ഭാഗമാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റെന്ന് മാത്രമല്ല, കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. അതാണ് സുവിശേഷം. ആ സുവിശേഷം 2 കൊരിന്ത്യർ 5-ൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ മൺകൂടാരങ്ങളിൽ. ആ ശക്തി എന്താ? ഈ സുവിശേഷത്തിന്റെ ശക്തി കർത്താവ് ഉയർത്തെഴുന്നേറ്റു, അന്നുള്ള മനുഷ്യർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള ആ സത്വർത്തമാനത്തിന്റെ ശക്തി ഞങ്ങളുടെ ഈ വെറും മൺകൂടാരത്തിലേക്ക് കർത്താവ് പകർന്നു തന്നിരിക്കുക. ഞങ്ങളെ അതിന്റെ ശുശ്രൂഷക്കാരായി വച്ചിരിക്കുകയാണ്. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം തന്റെ കൂടാരം എന്ന് പറയുന്നത് വെറും മൺകൂടാരമാണ്. അവിടെ തന്നെ പൗലോസ് പറയുന്നുണ്ട്, ഇതെനിക്കൊരു കാര്യമേ അല്ല, ഇത് അഴിഞ്ഞു പോയാലും മനുഷ്യനിർമ്മിതമല്ലാത്ത ദൈവത്തിന്റെ കൈപ്പണിയായിട്ടുള്ള ഒരു മലയാളത്തിൽ അങ്ങനെ വാക്ക്, കെട്ടിടം അല്ലേ, ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്നു. ഫസ്റ്റ് തിങ്, ആകയാൽ സഹോദരന്മാരെ, ഈ സുവിശേഷത്തിന്റെ ശക്തി നിങ്ങളുടെയും എന്റെയും ഉള്ളിലേക്ക് ദൈവം ഈ അത്യന്ത ശക്തി പകർന്നിരിക്കുന്നത് കൊണ്ട് ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും കർത്താവിന്റെ വേലയിൽ നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല എന്നറിഞ്ഞ് വീണ്ടും വർദ്ധിച്ചു വരുന്നവരും. ഈ സുവിശേഷത്തിന്റെ റിസൾട്ട് എന്താ? അടുത്ത വാക്യങ്ങളിൽ പൗലോസ് പറയുന്നുണ്ട്. ഇതൊന്നും ഉദാഹരിക്കാൻ ഒരുപാട് സമയത്തിന് വേഗം പറഞ്ഞു വിട്ടു. നമ്മുടെ ഉദ്ദേശം എന്ന് അതല്ലല്ലോ, ചെറിയൊരു ചിന്ത മാത്രം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ പ്രതിഫലനം അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ റിസൾട്ട് എന്ന് പറയുന്ന ഉയർപ്പാണ്.
പാപമോചനം കറക്റ്റാണ്, പാപമോചനം ഉണ്ടാകണം. പക്ഷെ പാപമോചനം മാത്രം ഉണ്ടായ ഉയർപ്പില്ലെങ്കിൽ അതുകൊണ്ട് എന്താ അർത്ഥം? നമ്മുടെ എല്ലാം പാപങ്ങൾ മോചിക്കപ്പെട്ടു, നാം ഇവിടെ മരണപ്പെട്ട് മണ്ണടിയുന്നവരാണെങ്കിൽ അതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല, അല്ലേ? അപ്പോൾ അവിടെയാണ് അപ്പോസ്തലനായ പൗലോസ് ആ വാക്യങ്ങൾ, അത് വളരെ നിരീശ്വരവാദികളും സ്കെപ്റ്റിക്സ് എല്ലാം എടുത്ത് വളരെ വേദപുസ്തകത്തെ തകർക്കുവാൻ തക്കവണ്ണം പറയുന്ന കാര്യമാണ്. യേശു ഉയർത്തിട്ടില്ല എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് ആദ്യത്തെ വാക്യങ്ങൾ. ഓക്കെ, 12-ാം വാക്യം മുതൽ. Now if Christ is, മലയാളത്തിൽ ഒന്ന് വായിച്ചത് 1 Corinthians 15:12 മുതൽ. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അപ്പൊ അവിടെ നിർത്തിക്കുക. അവിടെ എടുത്ത് കണ്ടോ, അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസിന് എന്തായിരുന്നു? ഒരു ഡൗട്ട്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റുണ്ടെന്നൊരു വിശ്വാസം മാത്രമാണ്. അങ്ങനെ അപ്പോസ്തലനായ പൗലോസ് മുമ്പോട്ട് പോകുന്നുള്ള രീതിയിലൊരു ധ്വനിയിൽ അവരിതിനെ ആക്കി തീർക്കുവാൻ ശ്രമിക്കും. എന്നാൽ അവിടുത്തെ ആർഗ്യുമെന്റ് അതല്ല. അടുത്ത 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർത്തുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന്റെ കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർത്തുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പല കൂട്ടരും ഉയർപ്പ് ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഉയർപ്പ് എന്ന് പറയുന്ന പരിപാടിയിൽ നമ്മുടെ ജീവിതം ഇവിടെ തന്നെ ജീവിച്ച് മണ്ണടിയും. ഉയർപ്പ് എന്ന് പറയുന്ന ഒരു ഫാക്ട് ഇല്ല. അതാണ് അടിസ്ഥാനം. ക്രിസ്തു ഉയർത്തുന്നുള്ളതല്ല, ആരും ഉയർക്കുകയില്ല. അതാണ് അവരുടെ വിശ്വാസം. സദൂക്യർ അങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരുന്നവരാണ്. സദൂക്യർക്ക് ഉയർപ്പിൽ, പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നവരല്ല സദൂക്യർ. അങ്ങനെ പലതരം ആ വിശ്വാസം വെച്ചിരുന്ന പല സെക്റ്റുകളും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ചില കൂട്ടർ കൊരിന്ത് സഭയിൽ ഉണ്ടായിരുന്നിരിക്കാം. അവരോടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും ഉയർപ്പില്ല എന്ന്? ആ ഉയർപ്പുണ്ടെന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി ക്രിസ്തുവിന്റെ ഉയർപ്പിനെ ഉപയോഗിച്ച് പൗലോസ് ആ സത്യം സ്ഥാപിക്കുകയാണ്. മനസ്സിലായില്ലേ? നേരെ തിരിച്ചാണ്. ക്രിസ്തു ഉയർത്തത് കൊണ്ട് എല്ലാവർക്കും ഉയർപ്പുണ്ട്. That's what Paul is saying. Because Christ rose from the dead, everyone who believes in Christ will rise again. യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനായതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. അതാണല്ലോ കർത്താവ് പറഞ്ഞത്, ഭൂമിയിലായിരുന്നു പറഞ്ഞത്, അല്ലേ? എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ പറഞ്ഞ ആരുണ്ട്? ലോക ചരിത്രത്തിൽ ആരുണ്ട്? ചിന്തിച്ചു നോക്കുക. അങ്ങനെ ധൈര്യമായി പറയുവാൻ വേണ്ടി പറഞ്ഞ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് പറഞ്ഞ ക്രിസ്തു മാത്രമേ ഉള്ളൂ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അതിന്റെ നേരെ മുമ്പ് പറഞ്ഞത് അത് പലർക്കും പ്രത്യക്ഷനായി. ഇങ്ങനെ ഇരിക്കെ നിങ്ങൾ പറയുന്നത് ഉയർപ്പില്ല എന്ന്. ഉയർപ്പില്ല എന്ന് പറയുന്നെങ്കിൽ ഞങ്ങൾ പറയുന്നത് കള്ളമാണ്. പക്ഷെ ഞങ്ങൾക്കറിയാം ഞങ്ങൾ പറയുന്നത് വ്യാജമല്ല എന്ന് ഞങ്ങൾക്കറിയാം. കാരണം ഞാനും ക്രിസ്തുവിനെ കണ്ടത്, എൻ്റെ കൂടെയുള്ള മറ്റ് അപ്പോസ്തലന്മാരും ക്രിസ്തുവിനെ കണ്ടതാണ്, മറ്റ് 500-ൽ പരം ശിഷ്യന്മാർ ക്രിസ്തുവിനെ കണ്ടതാണ്. ഇങ്ങനെ ക്രിസ്തുവിനെ വ്യക്തമായി ഞങ്ങൾ കണ്ടത് നിഷേധിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ കഴിയും ക്രിസ്തു ഉയർത്തിട്ടില്ല എന്ന്? അപ്പൊ നമ്മൾ അറിയിക്കുന്ന സദ്വർത്തമാനം നമ്മുടെ പ്രയത്നത്തിന്റെ, നമ്മുടെ പ്രയത്നം എന്ന് പറയുന്നത് മെയിനായിട്ട് സദ്വർത്തമാനം ലോകത്തെ അറിയിക്കുക എന്നുള്ളതാണ്. സുവിശേഷമാണ്. നമ്മൾ സഭയിൽ പ്രസംഗിക്കുകയാണെങ്കിലും അത് വിശ്വാസികളെ സുവിശേഷത്തിൽ ധൈര്യപ്പെടുത്തി നിർത്തുക, അല്ലേ? അതുപോലെ തന്നെ നമ്മൾ പരസ്യങ്ങൾ നടത്തുകയാണെങ്കിൽ അവിടെ സുവിശേഷം അറിയിക്കുക. അത് നമ്മൾ ചെയ്യുന്നത് ക്രിസ്തുവിന്റെ സദ്വർത്തമാനം അറിയിക്കുക, അതേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പൊ നമ്മൾ അതിന്റെ സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ പ്രതിഫലനമായി നമ്മൾ അറിയിക്കുന്ന എന്താ? ഉയർപ്പ് ഉണ്ട്. കാരണം കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ്. അതിന്റെ ആ ഉയർപ്പിന്റെ ഓരോ അവസ്ഥകൾ, ഹൗ, അതാണ് അടുത്തായിട്ടുള്ള വാക്യങ്ങളിൽ പൗലോസ് അടുത്ത സെക്ഷനിൽ പറയുന്നത്. അതിനൊന്നും പോകാൻ സമയമില്ല, ഞാൻ വേഗം നിർത്തട്ടെ. അപ്പോൾ ഈ ഉയർപ്പിന്റെ സദ്വർത്തമാനമാണ് നാം ലോകത്തോട് അറിയിക്കുന്നത്. ഞാൻ പലരോടും പറഞ്ഞു, ഈ മരണത്തോടെ സംബന്ധിച്ച് ഞാൻ പലപ്പോഴും പറഞ്ഞു,
വെറും 30 മിനിറ്റ് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിന്റെ പെർസ്പെക്റ്റീവ് തന്നെ മാറി, എല്ലാം മാറി. 30 മിനിറ്റ് കൊണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഉയിർപ്പില്ലായിരുന്നുവെങ്കിൽ മരിക്കുന്ന വ്യക്തികളെ വീണ്ടും, കർത്താവിൽ വിശ്വസിച്ച് മരിക്കുന്ന വ്യക്തികളെ വീണ്ടും കാണുവാൻ കഴിയുകയില്ല എന്നുള്ള വ്യക്തമായ ഒരു ബോധം ഇല്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അതൊരു സത്യമല്ലായിരുന്നുവെങ്കിൽ മനുഷ്യ ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ല, ഒരർത്ഥവുമില്ല. ചിന്തിച്ചു നോക്കി. ഇന്ന് കാണുന്ന ഞാൻ നാളെ ഇല്ലാതെയായി പോകുന്നു, എന്നേക്കുമായി ഇല്ലാതെയായി പോകുന്നു. അതിനെന്താ അർത്ഥമുള്ളത്? മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഒരു ശൂന്യതയാണ്. പക്ഷെ മനുഷ്യ ജീവിതത്തിന് അർത്ഥം നൽകുന്നത് കർത്താവ് ഉയർത്തെഴുന്നേറ്റ മുഖാന്തരം, കർത്താവിനെ വിശ്വസിക്കുന്നവന് കർത്താവ് കൊടുക്കുന്ന ജീവൻ മുഖാന്തരം, കർത്താവിന്റെ വരവെങ്കിൽ അവരെല്ലാവരും ഉയർക്കപ്പെടുമെന്നുള്ള സത്യമാണ് മനുഷ്യ ജീവിതത്തിന് അർത്ഥം നൽകുന്നത്. അപ്പൊ നമ്മുടെ പ്രയത്നം എന്ന് പറയുന്നത് ഈ ഉയർപ്പിന്റെ ആ ശബ്ദം, ആ ഉയർപ്പിന്റെ ആ സദ്വർത്തമാനം, ആ ഉയർപ്പിന്റെ ആ പ്രൊക്ലമേഷൻ, ആ ഉയർപ്പിന്റെ ആ അറിയിപ്പ് ലോകത്തെ അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രയത്നം. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞ് ക്രിസ്തുവിന്റെ വേലയിൽ വർദ്ധിച്ച് വരുന്നവരും ആകുകയും. ലോകത്ത് നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ സുവിശേഷം എന്ന് പറയുന്നത് വളരെ വികലമായി കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കിയേ പറ്റും. എപ്പോഴും നമുക്കും അതിനുള്ള ടെംപ്റ്റേഷൻ വരും. സുവിശേഷത്തെ മറ്റു രീതിയിലാക്കി തീർക്കാനുള്ള ടെംപ്റ്റേഷൻ നമുക്ക് വരും. സുവിശേഷം ഒരുപക്ഷെ ധനസമ്പാദന മാർഗമായി ഈ ഭൂമിയിൽ മാത്രമുള്ള പ്രത്യാശയ്ക്കുള്ള വകയായി അതും പൗലോസ് പറയുന്നുണ്ട്. പൗലോസ് പറയുന്നതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഉയർപ്പില്ല എന്ന് പറയുന്ന വ്യക്തികളോടാണ് പൗലോസ് പറയുന്നത്. നാം ക്രിസ്തുവിൽ ഈ ഭൂമിയിൽ മാത്രം പ്രത്യാശയുള്ളവരായിരുന്നാൽ നാം മറ്റു മനുഷ്യരെക്കാൾ നികൃഷ്ടരത്രേ. അത് കഴിഞ്ഞ് പൗലോസ് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ജീവിതത്തിന് എന്താ അർത്ഥമുള്ളത്? തിന്നുക, കുടിക്കുക, നാളെ നാം മരിക്കുമല്ലോ. അതല്ലേ? ചിന്തിച്ചു നോക്കിയേ. നമുക്ക് ഈ ജീവിതം കഴിഞ്ഞ് വേറൊരു ജീവിതമില്ലെങ്കിൽ why eat, drink, be merry, tomorrow we die. നാളെ നാം മരിക്കുമല്ലോ. അതല്ല, ഉയർപ്പെന്ന് പറയുന്ന ആ സത്യം നിഷേധിക്കാനാകാത്ത സത്യമാണ്. കാരണം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ മുഖാന്തരം നാമം ഉയർത്തെഴുന്നേൽക്കും. അപ്പൊ സുവിശേഷത്തെ വികലമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രിസ്തീയ സമൂഹത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സുവിശേഷത്തെ ഈ ഭൂമിക്ക് വേണ്ടി മാത്രമുള്ളതാക്കുന്നത്, സുവിശേഷത്തെ ധനസമ്പാദനമാക്കുന്നത്, സുവിശേഷത്തെ മറ്റു പലതുമാക്കി കളയുന്നത്. ചിലപ്പോൾ സുവിശേഷത്തിന്റെ കൂടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകാം, സൗഖ്യങ്ങൾ ഉണ്ടാകാം, വിടുതലുകൾ ഉണ്ടാകാം. അതെല്ലാം ദൈവം തരുന്ന, അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ ആത്യന്തികമായി നാം മനസ്സിലാക്കേണ്ടത്, നമ്മെ ദൈവമാക്കി വച്ചിരിക്കുന്നത് സുവിശേഷത്തിന്റെ സാക്ഷികളായിട്ടാണ്. ആ വേലയിൽ നാം വർദ്ധിച്ചു വരുന്നവരാണ്. ആ വേലയിൽ നാം വർദ്ധിച്ചു വരുന്നവരാണ്. മറ്റു കാര്യങ്ങൾ നാം വിടുക. നമ്മുടെ സിറ്റുവേഷൻസ് മാറാം, എല്ലാവരുടെയും അവസ്ഥകൾ മാറാം, നന്നാകാം, ചിലപ്പോൾ ഒരുപാട് ബാഡായി തീരാം. തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ, കഴിഞ്ഞ 10 വർഷങ്ങളായി പല മാറ്റങ്ങളോട് സംഭവിച്ചു. നമുക്കൊന്നും പ്രവചിക്കുവാനോ നമുക്കൊന്നും മുന്നറിയുവാനോ കഴിയുകയില്ല. എന്ത് സാഹചര്യത്തിലും വ്യക്തമായി നാം ഉൾക്കൊള്ളേണ്ടതും നാം മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള കാര്യം, ഈ കർത്താവിൻ്റെ വേല സുവിശേഷത്തിൽ അധിഷ്ഠിതമാണ്. ആ സുവിശേഷം എന്ന് പറയുന്നത് പുനരുത്ഥാനത്തിൻ്റെ സദ്വർത്തമാനമാണ്. കർത്താവിൽ വിശ്വസിക്കുന്നതിനുള്ള പുനരുത്ഥാനത്തിൻ്റെ സദ്വർത്തമാനമാണ്. ഓരോ മരണങ്ങളും നമ്മെ വിളിച്ചറിയിക്കുന്നത് തന്നെയാണ്. മരണത്തിൽ നാം ചിന്തിക്കേണ്ട ഏറ്റവും വലിയതാണ്. ഭൂമിയിൽ പലരെയും മിസ് ചെയ്യുമെങ്കിലും കർത്താവിൽ വിശ്വസിച്ച് മരിക്കുന്നവരെ നാം വീണ്ടും അവരുമായി യേശുവിൻ്റെ രാജ്യത്തിൽ, അത് പൗലോസോട് പറയുന്നു, യേശുവിൻ്റെ രാജ്യത്തിൽ നാം അവരുമായി ഒരുമിച്ച് കാണും. അതുകൊണ്ട് പൗലോസ് അടുത്ത അധ്യായത്തിൽ പൗലോസ് ഇച്ചിരി കൂടെ കടുത്ത് പറയുകയാണ്, ബി വാച്ച്ഫുൾ. മലയാളത്തിൽ എന്താ പറയുന്നത്? ഉണർന്നിരിപ്പിൻ. ഈ സുവിശേഷത്തെ കൂട്ടിക്കളയുവാൻ വേണ്ടി, നമ്മുടെ ഈ വേലയെ തകർത്ത് കളയുവാൻ വേണ്ടി, യഥാർത്ഥമായി ഫോക്കസ് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇല്ലാതെയാക്കുവാൻ വേണ്ടി ശത്രു ശ്രമിക്കും. ശത്രു ആയുധമാക്കി ഉപയോഗിക്കുന്ന ആളുകൾ ശ്രമിക്കും. ഒരുപക്ഷെ
ഗവൺമെന്റുകൾ ശ്രമിച്ചേക്കാം, അധികാരികൾ ശ്രമിച്ചേക്കാം, നമ്മുടെ കുടുംബത്തിനകത്ത് തന്നെ ചിലപ്പോൾ നമുക്കിതിനായി എതിരുണ്ടായെന്ന് വന്നേക്കാം. ഉണർന്നിരിപ്പിൻ. രണ്ടാമത് വിശ്വാസത്തിൽ നിലനിൽപ്പിൻ. അത് നമുക്ക് ബാധകമാണ് എല്ലാവർക്കും. നമ്മൾ വിശ്വാസം നിലനിൽക്കാതെ നമുക്ക് വിശ്വാസത്തെ പ്രസംഗിക്കാൻ കഴിയില്ലല്ലോ. വിശ്വാസത്തിൽ നിലനിൽപ്പിൻ. മൂന്നാമത് പുരുഷത്വം കാണിപ്പിൻ. അതായത് പലർക്കും ഇല്ലാത്ത ആക്ട് ലൈക്ക് മെൻ. അതിന്റെ അർത്ഥം ശക്തിയോടെ കർത്താവിന്റെ വേല ചെയ്യുക, ശക്തിയോടെ കർത്താവിന് വേണ്ടി നിലനിൽക്കുക. ആ സമയങ്ങളിൽ വളരെ, ഇന്നും അത് തന്നെയാണ് സത്യം. പക്ഷേ ലോകത്തിന്റെ കൾച്ചറെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് അവർ പറയുന്നത് സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും സ്ത്രീകൾക്ക് ചെയ്യാവുന്നൊക്കെ പറഞ്ഞുള്ള ഓരോ പല സംഗതികളൊക്കെ ഉണ്ടാവുന്നത് ശരിയല്ല. നമുക്കറിയാം അത് പുരുഷനെ സ്ത്രീയെ രണ്ട് രീതിയിലാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ശക്തിയിലും ബലത്തിലും പുരുഷന് സ്ത്രീയേക്കാൾ വേഗത്തിലും ഒരു ഡിഫറൻസ് ഉണ്ട്. അതേപോലെ തന്നെ സ്ത്രീകൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന പല അനുഗ്രഹങ്ങളും ഉണ്ട്. മനസ്സിലായില്ലേ? അവരെ പറ്റി കാര്യക്ഷമമായി ചെയ്യാൻ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പുരുഷന്മാർക്ക് കഴിയുകയില്ല. പക്ഷെ ഇവിടെ പറയുന്നത് അന്ന് യുദ്ധത്തിന് പോകുന്നതും പ്രയാസമുള്ള ജോലികളെല്ലാം ചെയ്യുന്നതെല്ലാം പുരുഷന്മാരായിരുന്നു. ആക്ട് ലൈക്ക് മെൻ. നമ്മുടെ സുവിശേഷ വേലയിലും പുരുഷത്വം കാണിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഉറപ്പുള്ളവരായി, കുലുങ്ങാത്തവരായി, പുരുഷത്വം കാണിക്കാൻ, ശക്തിപ്പെടുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ മലബാറിന്റെ മണ്ണിൽ ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ കർത്താവിന് നമ്മെക്കുറിച്ച് ചെയ്തെടുക്കാനുണ്ട്. ദൈവം അത് നമ്മെ കൊണ്ട് ചെയ്തെടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുമ്പ് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെ, നട്ടതായിട്ടുള്ള അവസ്ഥയെ നാം നനച്ച് ദൈവം വളരുമാറാക്കുവാൻ തക്കവണ്ണം ദൈവം അതിന് ഇടവരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കേട്ട വചനത്തിന്റെ മുൻപാകെ നമുക്ക് ഒരു നിമിഷം നമ്മുടെ ജീവിതത്തെ വിചിന്തനം ചെയ്യാം. നാം ഏറ്റുപറയുന്ന വിശ്വാസത്തിനും നാം നമ്മിൽ നിലനിർത്തിയിരിക്കുന്ന വിശ്വാസത്തിനും ഇത്രമാത്രം ശക്തിയുണ്ട്. പ്രത്യേകിച്ച് പാസ്റ്റർ ഹെൻറി ഇവിടെ നിന്ന് ശുശ്രൂഷിക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവർ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളുടെ വെളിച്ചത്തിലാണ് തൻ്റെ ജീവിതത്തെ, അല്ലെങ്കിൽ തങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ധൈര്യപ്പെടുത്തുവാൻ ശക്തമായ വിശ്വാസത്തിൻ്റെ പ്രാധാന്യത നാം വചനത്തിലൂടെ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ദൈവമുൻപാകെയുള്ള അപ്രൂവൽ എന്ന് പറയുന്നത്. അതാണ് ദൈവത്തെ ഇത്രമാത്രം നമുക്ക് വിശ്വസിപ്പാൻ കാരണമായി തീർന്നത്. അത് സത്യമാണെങ്കിൽ ക്രിസ്തുവിൽ മരിച്ചവരും ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടതിൻ്റെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളിൽ വന്നുപോയ അകൃത്യങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടതിൻ്റെ ഉറപ്പും നിശ്ചയവും എത്രത്തോളം നമുക്കുണ്ടോ അത്രത്തോളം ഉറപ്പോടും നിശ്ചയത്തോടും കൂടെ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കുമെന്നുള്ള ആ വലിയ ധൈര്യം തൻ്റെ വചനത്തിലൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. എത്ര ഭാഗ്യകരമാണ് ഈ പ്രത്യാശ, എത്ര അനുഗ്രഹീതമാണ് ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഏത് സാഹചര്യത്തിലും ഏത് ക്രൈസിസിലും നമ്മെ ഉറപ്പിച്ചു നിർത്തി മുന്നോട്ട് നയിക്കുന്ന, ലോക അവസാനം വരെ ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് എന്നരുളി ചെയ്തത് അതേപടി നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും നമ്മളിൽ പാലിക്കുന്ന ആ കർത്താവിൻ്റെ വിശ്വസ്തത നാം കേട്ട വചനത്തിലൂടെ നമുക്കൊന്നുകൂടെ ഉറപ്പാക്കാം. കേട്ട വചനത്തിന് മുൻപിൽ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് ഈ സമയത്ത് നാം എല്ലാവരും കണ്ണുകളെ അടച്ച് ദൈവം മുൻപാകെ ആയിരിക്കുമ്പോൾ കൊമ്മയാട് സഭയിൽ ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ അഖിൽ മുന്നോട്ട് വരും. നമുക്കെല്ലാവർക്കും വേണ്ടി സമർപ്പിച്ച ഈ സമയത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ നല്ല നിമിഷത്തിനായി ഞങ്ങൾ നന്ദി പറയുകയാണ്. പ്രതികാൽ ദുഃഖകരമായ പല സാഹചര്യങ്ങളും ഞങ്ങൾ കടന്നുപോയി. കർത്താവിൻ്റെ കൃപ ഞങ്ങളോട് കൂടെയിരുന്ന് ഞങ്ങൾ ഇതുവരെ നടത്തിയ ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുകയാണ്. അപ്പ ഇന്ന് ഞങ്ങൾക്ക് കൂടി വരുവാൻ ഞങ്ങളെ സഹായിച്ചു. കാലാവസ്ഥകൾ പ്രതികൂലമായിരുന്നെങ്കിലും കർത്താവ് ഞങ്ങളുടെ തിരുപാദപീഠത്തെങ്കിലായിരിക്കുവാൻ ഞങ്ങളെ സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ദാസനെയും കുടുംബത്തെ ഓർക്കുന്ന കർത്താവെ, കടന്നു വന്നില്ല കർത്താവിന്റെ ദാസന്മാരെ ഓർക്കുന്നു. കർത്താവെ, തുറന്ന് കണ്ട കർത്താവ് എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമായി തീരണമേ. ഞങ്ങളുടെ ദാസനിലൂടെ ശക്തമേറിയ ആലോചന
ഇന്ന് പലക്കാലം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ തിരുവചനം ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ ക്രിസ്തുവിൽ ഞങ്ങളെ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീർത്തതോർത്ത് സ്തോത്രം ചെയ്യുന്നു. തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. തുറന്നു നടക്കുന്ന കർത്താവെ, എല്ലാ ശുശ്രൂഷകളും ഞങ്ങളുടെ സ്ഥാനത്ത് കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവപ്രവൃത്തികൾ കണ്ട് സന്തോഷിക്കാൻ ഇടയാക്കണം കർത്താവ്. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അനുഗ്രഹമായി ചന്തോപചിതമായി ചെയ്യുവാൻ ഞങ്ങളുടെ ദാസന്മാരെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. കടന്നു വന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ദാസന്റെ കുടുംബത്തെയും ബലപ്പെടുത്തണം, സഹായിക്കണം. തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.